ഓനോട് ഞാൻ പറഞ്ഞിട്ടില്ല ഹിന്ദി അറിയില്ല എന്നൊന്നും ഓനക്കറിയാം, പക്ഷെ ഈ കാര്യമാണെന്ന് ഓനക്കറിയില്ല. പക്ഷെ എന്റെ പെരിയിൽ വരെ ഈ കാര്യം അറിയില്ല, ഇങ്ങനെ ഇന്റർവ്യൂവിന് പോയ കാര്യം. അപ്പൊ ഞങ്ങള് വണ്ടി വന്നു, അപ്പൊ പോയി കൊണ്ട് നിൽക്കാണ്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. വണ്ടി കയറിയിട്ടുള്ളൂ, കണ്ടില്ലേ? ഭയങ്കര ചൂടാണ്, ഭയങ്കര ചൂടാണ് ഇവിടെ ഇപ്പൊ ദുബായില്. വരും ചൂടാറിന പണി എടുക്കാതെയാണ് വണ്ടിയിൽ ഇരുന്നിട്ടാണ് ഇപ്പൊ ഈ അവസ്ഥ. എന്താ പറയാ, ഡേ മൈ ലൈഫ് ചെയ്യാനാണ് ഞാൻ പ്ലാൻ എടുത്തത്. പക്ഷെ ഇപ്പൊ പോയിപ്പോ ഈ ഒരു മാസം ഏകദേശം ഒരു 20 ദിവസം കൊണ്ട് ഉണ്ടാക്കിയാണ്. ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. എന്നോട് എല്ലാരും പറയുന്നുണ്ട്, കമന്റിലും പറയുന്നുണ്ട് ഡേ മൈ ലൈഫ് ചെയ്യാന് ദുബായിത്തെ. അപ്പൊ എങ്ങനെയാണ് എന്താന്നൊന്നും എനിക്കറിയില്ല. ഒന്നാമത് ഞാൻ സംസാരിക്കണ കൂട്ടത്തിലല്ല. ഒന്നാമത് ഇങ്ങനെ ഫസ്റ്റ് ടൈമാണ്, ഒറ്റക്കുമല്ലേ ഒന്നാമത്. മറ്റേ പറഞ്ഞ നാട്ടിലെ അനിയത്തിയും താത്തി എന്തെങ്കിലുമൊക്കെ കാട്ടിയാൽ നമ്മളൊപ്പം നിന്നോട്ടാ മതിന്. പക്ഷെ ഇവിടെ അങ്ങനെയല്ലല്ലോ. പിന്നെ പറഞ്ഞാല് ഈ ഗ്ലാസിന്റെ പരിപാടിയാണ്, ഗ്ലാസ് വർക്കാണ്, ഈ പാർട്ടീഷൻ വർക്ക് അറിയാം. അപ്പൊ ഇപ്പൊ നീച്ചിട്ടുള്ളൂ. ഇപ്പൊ സമയം ഇവിടെ ഒരു 6:30 ആയിട്ടുള്ളൂ. ഇവിടെ ഇതിന്റെ കമ്പനി വണ്ടിയാണ്. നമുക്ക് കമ്പനി വണ്ടി ഒരു 7 മണിയാകുമ്പോ വരും. 7 മണി 7:10 വണ്ടി എടുക്കും. അപ്പോത്തിന് ഫുള്ള് റെഡി ആയിട്ട് പോണം. എന്റെ ഫുഡ് കാര്യങ്ങളൊക്കെ പറഞ്ഞ ഇവിടെ മെസ്സാണ്, ഞാൻ ഹോട്ടലിലാണ്. നമുക്ക് ഫുഡൊന്നും ഇല്ല. ഉണ്ടാക്കാൻ ഇതൊക്കെ ഉണ്ട്, സൗകര്യം ഉണ്ട്, പക്ഷെ നമുക്ക് ഉണ്ടാക്കാൻ അറിയില്ല, കഴിക്കാൻ അറിയുള്ളൂ. അതുകൊണ്ട് നമ്മളെ പണിക്ക് നിക്കലില്ല. ആദ്യം ഉണ്ടാക്കീനി, പിന്നെ നമ്മളെ നൈറ്റ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ടാ വരിക. അപ്പോ ഒക്കെപ്പാടെ പണി കയ്യലും വന്നാണ്ട് ഉണ്ടാക്കലും പാടെ ഒപ്പം നടക്കൂല വിചാരിച്ചിട്ട് മെസ്സ് ഏൽപ്പിച്ചിരിക്കാണ്. അപ്പോ ഇന്നത്തെ എന്റെ ദിവസം എങ്ങനെയാണെന്നാണ് കാണിക്കണേ. നല്ല ചൂടാണ്, നല്ല ചൂടാ, പെരും ചൂടാണ്. വെറുതെ നിൽക്കുമ്പോ തന്നെ കാണുന്നുണ്ടോന്ന് തന്നെ അറിയില്ല, പക്ഷെ ഭയങ്കര ചൂടാ, ഭയങ്കര ചൂടാണ്, ഭയങ്കര ചൂടാ. ഇനിയിപ്പോ ഞങ്ങളെ വണ്ടി വന്നിട്ടില്ല, വണ്ടി വരുന്ന വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പൊ ഞങ്ങള് വണ്ടി വന്നു, അപ്പൊ പോയി കൊണ്ട് നിൽക്കാണ്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. വണ്ടി കയറിയിട്ടുള്ളൂ, കണ്ടില്ലേ? ഭയങ്കര ചൂടാണ്, ഭയങ്കര ചൂടാണ് ഇവിടെ ഇപ്പൊ ദുബായില്. വരും ചൂടാറിന പണി എടുക്കാതെയാണ് വണ്ടിയിൽ ഇരുന്നിട്ടാണ് ഇപ്പൊ ഈ അവസ്ഥ. പിന്നെ അതേമാതിരി ഏതൊരാള് ഇപ്പൊ പാകിസ്ഥാനിയാണ്, ഓ ക്യാപ്റ്റൻ സിംഗ്, ഞങ്ങളുടെ ക്യാപ്റ്റനാണ്. പിന്നെ അതേമാതിരി ദീപക് ഇവര് രണ്ടാള് UP ആട്ടോ, UP കാരാണ്, ഉത്തർപ്രദേശ്. രാവിലത്തെ 7 മണിക്കത്തെ അവസ്ഥയാണത്. കണ്ടില്ലേ? ഇതാണ് ഇപ്പൊ ഞങ്ങളെ പണി. ഇപ്പൊ ഇങ്ങോട്ട് മേലേക്ക് ഇപ്പൊ ഗ്ലാസ് പോവില്ല. അപ്പൊ ഞാൻ കാട്ടിത്തരാം എങ്ങനെ കയറ്റി കൊണ്ടുപോണേ. ഭയങ്കര നയിപ്പിലെ പണി പറഞ്ഞാ കഷ്ടപ്പാടാണ്, വെയിറ്റ് എടുക്കണം. പിന്നെ അങ്ങോട്ട് എങ്ങനെയാലും സീഡിമ പോവില്ല, സീഡിമ തിരിഞ്ഞു കിട്ടൂല ഗ്ലാസ്. അതുകൊണ്ട് കാട്ടിത്തരാം എങ്ങനെ ഷിഫ്റ്റ് ചെയ്യണെന്ന്. ओके सर, 1 मिनट काफी है। रेडी है ना? ओके, दीपक देखते हैं। ഇതിപ്പോ നമ്മക്ക് കൊണ്ടോടെ പറഞ്ഞ
അതിന്റെ മേലക്കാണ്. അവിടെ വെക്കണുണ്ടോ? അങ്ങോട്ടാണ് ഇപ്പൊ നമുക്ക് ഷിഫ്റ്റ്. ഇതെങ്ങനെയാണ് അങ്ങോട്ട് കയറ്റണ അടിത്തരെ? അത് സ്റ്റെപ്പും കൂടെ എന്തായാലും കേറൂല. അപ്പോ എങ്ങനെ കയറ്റണ കാട്ടിത്തരെ? ഇങ്ങനെ പോവുള്ളൂ. ഇത് കണ്ടോ, ഇത് ഞമ്മക്ക് എത്തണ്ട് അങ്ങട്ടാണ്, ഏറ്റവും മേലൊക്കെ. शफिका शफिका वेट, उधर रखने तो दो। പിന്നെ ഞാൻ ഇവിടെ വന്നന്ന് മുതൽ പറഞ്ഞാണ്, ഇപ്പൊ വീഡിയോ തുടക്കത്തിൽ കണ്ട അങ്ങക്ക് അറിയാം, ഞാൻ ഡേ മൈ ലൈഫ് എന്നിട്ട് തുടങ്ങിയാണ്. പക്ഷെ ഇപ്പൊ ഒരു മാസത്തിന്റെ മേലെ അയക്കണം. ഇപ്പൊ ഞാൻ ഈ കുറച്ച് വീഡിയോ ഇങ്ങനെ ഇട്ടിട്ട്, ഒന്നാമത് നേരല്ല എന്നല്ല, നമ്മളിവിടെ എത്തുമ്പോൾ രാത്രിയാവും. പിന്നെ ദുബായി അയക്കാനും വർക്ക്, ദുബായിന്ന് വരുമ്പോ ഇങ്ങോട്ട് 10 മണി 11 മണിയാവും. പിന്നെ രാവിലെ വെച്ച് പിന്നെ അതേമാതിരി പോവുക, അല്ലെങ്കിൽ പിന്നെ ബാങ്കിലേക്കാരം. ബാങ്കിലൊക്കെ പറഞ്ഞാൽ ഇവിടുത്തെ വലിയ ബാങ്ക്, ഈ പൈസ ഉണ്ടാക്കുന്ന ബാങ്കിലൊക്കെ ഇടയ്ക്ക് പണി ഉണ്ടാവലുണ്ട്. അപ്പൊ അങ്ങോട്ടൊന്നും നമ്മളെ ഫോൺ കയറ്റാൻ പറ്റൂല, ഫോട്ടോ എടുക്കാൻ പറ്റൂല, വീഡിയോ എടുക്കാൻ പറ്റൂല. അതേമാതിരി പാലസാളുണ്ട്, പാലസിലും ഇതേ അവസ്ഥയേക്കാരം, ഫോൺ കയറ്റാൻ പറ്റൂല. ഫോണൊക്കെ പുറത്ത് വെച്ചിട്ടാണ് അതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ പറ്റുള്ളൂ നമുക്ക്. പിന്നെ പറഞ്ഞാൽ ഇന്ന് വെള്ളിയാഴ്ചയാണ്, നബിദിനായതുകൊണ്ട് ഇപ്പൊ എല്ലാ ചെക്കന്മാർക്കും ലീവാണ്. അല്ലെങ്കിൽ ഇപ്പൊ ഞായറാഴ്ച ആയിക്കാരം എല്ലാ ചെക്കന്മാർക്കും ലീവ്. ഇന്നപ്പൊ എല്ലാരും പാടെ ഒപ്പം കൂടിയിട്ട് ഇപ്പൊ ദുബായി പോണെന്ന് പറഞ്ഞിരിക്കണം, വെറുതെ കറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇന്നെ കിട്ടുമ്പോ പോലെ കിട്ടൂല, ഓൽക്ക് ഞായറാഴ്ചയാണ്, ഇച്ചു വെള്ളിയാഴ്ചയാണ്. ആ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ ഇന്ന് ദുബായി പോണം അങ്ങനെ പറഞ്ഞിരിക്കാണ്. ഇനിയിപ്പോ വരും ചെക്കന്മാര്, ഒന്ന് അവിടെ പോയി പോരണം അങ്ങനെയൊക്കെ. നാട്ടിൽ നിന്ന് ഇങ്ങനെ താത്തി അനിയത്തി ഇങ്ങനെ പറയും, വീഡിയോയുടെ ഇതാണ് അവസ്ഥ. ഞാൻ ഓലോട് പറയും ഇത് ഇങ്ങനെയാണ്, ഫോൺ കയറ്റാൻ പറ്റൂല. പോല് പറയും കുഴപ്പമില്ല, പറ്റുമ്പോ മതി. ഓരും ഭയങ്കര സപ്പോർട്ടാണ്. ഇല്ല മാതിരി മതി, ഓല് എഡിറ്റ് ചെയ്തോളാം, ഇത് കുറച്ച് ഷോർട്ട് എടുത്തിട്ട് ഓൾക്ക് അയച്ചു കൊടുത്താൽ മതി. ഇപ്പൊ വന്നിട്ട് ഇപ്പൊ ഞാൻ 2 മാസമായി. ഇപ്പൊ ഈ നബിദിനത്തിന്റെ വീഡിയോ ഇടുമെന്ന് പറയുമ്പോ നിങ്ങളൊന്ന് ആലോചിക്ക് എത്ര ഇതായിന്ന്. പല ദിവസം പല ഷോട്ടുകൾ ഇങ്ങനെ എടുത്തിട്ട് കഴിയുമ്പോ ഇങ്ങനെ ഓരോ മൈൻഡ് വരുമ്പോ ഇങ്ങനെ എടുത്തു വെച്ച ഷോട്ടുകളാണ് ഇതൊക്കെ. അതേമാതിരിയാണ് ഞാൻ ഇവിടെ വന്നതും. ഞാൻ പറയാൻ ഞാൻ 2022 വന്നാണ്. എന്റെ പെങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട്, ഷംനത്തിന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ വന്നാണ് ഇങ്ങോട്ട്. അന്നാണ് പിന്നെ ഇപ്പാക്ക് വയ്യാത്തോണ്ട് നാട്ടിലേക്ക് വന്നതും പിന്നെ ഞാൻ അങ്ങോട്ട് കയറുന്നതും. ഞാൻ ഫസ്റ്റ് വന്നത് വിസിറ്റിംഗ് ആണ്. ഞാൻ ഫസ്റ്റ് വന്നത് ദുബായി ദേരയില് അൽബർഹാറി ഈദ് മുസലിന്റെ ഒക്കെ അടുത്തേനി. അവിടെ ഈ പണി തെരഞ്ഞ് വിസിറ്റിംഗ് വന്നീനെ. വിസിറ്റിങ്ങിന് വന്ന് 1.5 മാസം ഞാൻ അവിടെ ഇനി വിസിറ്റിംഗ് വന്നാണ്ട് എന്താ പറയാ, വിസിറ്റിംഗ് വന്നു. അപ്പൊ അന്നൊക്കെ പറഞ്ഞ ഇപ്പൊ ഈ വിസിറ്റിങ്ങിന് വരുന്ന പോലെ തന്നെ മനസ്സിലാവും, ഒന്നും അറിയില്ല. ദുബായ് പറഞ്ഞ അബുദാബി പറഞ്ഞാൽ പിന്നെയും പോട്ടെ, ഏതെങ്കിലും ബസ് കയറി പോയാൽ മതി. പക്ഷെ അവിടെ അങ്ങനെയല്ല, അവിടെ ഫുള്ളും മെട്രോ ആണ്. നമ്മളാകെ കൊണ്ടുവന്ന മലയാളമാണ് അവിടെ. ഹിന്ദി അറിയില്ല, ഇംഗ്ലീഷ് അങ്ങനെ അറിയില്ല. നല്ല ഇടങ്ങേറായിക്കണേ. ഞാൻ എന്റെ ജീവിതത്തിൽ പോണ ഒറ്റൊരു ഇന്റർവ്യൂവിനാണ്. അത് പറഞ്ഞാല് ഞാൻ അന്ന് അവിടെ മലയാളീസിന്റെ റൂമിലേനി നിന്നീന്, ദേരയിൽ തന്നെ. അപ്പൊ എന്നോട് ആ റൂമത്തെ ആള് പറഞ്ഞു, ഈ ലൈഫ് ഗാർഡിന്റെ ഒരു പരിപാടി ഉണ്ട്, എന്താ പറയാ, ഈ സ്വിമ്മിംഗ് പൂളിൽ ഈ കുട്ടികളെയൊക്കെ വെള്ളത്തിൽ ചാടും പോലെ രക്ഷിക്കാനുള്ള ഒരു പരിപാടിയാണ് ലൈഫ് ഗാർഡ്. അതിനത്ര ഇവിടുന്ന് നാട്ടിലത്തെ 22 റുപ്യ എടുത്താൽ അതിന്റെ ലൈസൻസ് എന്തോ കിട്ടും.
അത് നമ്മൾ എടുത്താൽ മതി, പിന്നെ ഹോട്ടലിൽ ജോബ് ആയാൽ ഓലെ അങ്ങനെ സെറ്റാക്കി തരും പറഞ്ഞു. ഇങ്ങോട്ട് മൂപ്പര് ഇന്നോട് ഹോട്ടലും ലൊക്കേഷനൊക്കെ പറഞ്ഞെന്ന് ഞാനും നാട്ടിലത്തെ നാട്ടിലത്തെ എന്റെ ചങ്ങായിന്റെ ഒപ്പം ഉണ്ടായിനി. ഓൻ്റെ ഒപ്പം ഞാൻ പോയി. ഇങ്ങോട്ട് ഓനെ പുറത്തെടുത്തിയാണ്ട് ഇന്നെയാണ് ഒറ്റ കൂടാണ്. അപ്പോഴും നിങ്ങൾ നോക്കണം, ഞാൻ വന്നിട്ട് അന്ന് ഒരു 10-15 ദിവസമായിട്ടുള്ളൂ. ഹിന്ദി അറിയില്ല, ഇംഗ്ലീഷ് അറിയില്ല. അതും വലിയ വലിയ ഹോട്ടലിലേക്കാണ് പോണത്, 5 സ്റ്റാർ മാതിരിത്തെ ഹോട്ടലിലേക്കാണ് പോണത്. എന്റെ ജീവിതത്തിൽ പറയാൻ ഫസ്റ്റ് ഇന്റർവ്യൂ ആണ് അത്. ഫസ്റ്റത്തെ അതിൽ എന്നോട് അതിൻ്റെ ഉള്ളിൽ ഏതോ ഗുജറാത്തിയോ ഡൽഹിക്കാരിയോ അങ്ങനെ ആരോ ആണ് പെണ്ണേനി. എന്നോട് ഹിന്ദി പറഞ്ഞു, എന്താന്ന് എനിക്ക് മനസ്സിലാണില്ല. അവിടെ ട്രാൻസ്ലേറ്റും ഒരു ഹിന്ദി പെണ്ണാണ്. എന്നോട് ഹിന്ദിയിൽ ഇങ്ങനെ എന്തൊക്കെയോ ചോദിച്ചു വന്നൊന്നും വെച്ചറിയില്ല. ഹിന്ദിന്റെ ABCD തന്നെ അന്നറിയില്ല. അതിനാ പറഞ്ഞു ഇപ്പൊ വരെ 1 മിനിറ്റ് തന്നിട്ട് ഞാൻ പുറത്തേക്ക് പോയി. അതിനാ ഓനോട് പറഞ്ഞടാ കിട്ടിയിട്ടില്ലടാ. ഞാൻ ഓനോട് വരെ അന്ന് ഞാൻ തോന്നാറുന്നൊക്കെയാണ്, ഇല്ലടാ കിട്ടിയിട്ടില്ല, ആളായിക്കണെന്നാ പറഞ്ഞത്. ഓനോട് ഞാൻ പറഞ്ഞിട്ടില്ല ഹിന്ദി അറിയില്ല എന്നൊന്നും. ഓനക്കറിയാം, പക്ഷെ ഈ കാര്യമാണെന്ന് ഓനക്കറിയില്ല. പക്ഷെ എന്റെ പെരിയിൽ വരെ ഈ കാര്യം അറിയില്ല, ഇങ്ങനെ ഇന്റർവ്യൂവിന് പോയ കാര്യം, കിട്ടാത്ത കാര്യം. അന്ന് അങ്ങനെയാണ്. അന്ന് വാപ്പ എങ്ങനെങ്കിലും എന്തെങ്കിലും ഒരു പണി കിട്ടിയാൽ അതിമ പിടിച്ചിരിക്കണം എന്നേനി. അന്ന് വാപ്പാക്കും അങ്ങനെ വയ്യാതെ വന്നു, പെങ്ങളെ കല്യാണം കഴിഞ്ഞു, അങ്ങനെ ഉണ്ടായിട്ടായി, അങ്ങനെയൊക്കെ. പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്നത് അറിയാന്, ഞാൻ ദുബായിൽ കിടക്കുന്ന ആളാണ്. പിന്നെ ഇപ്പൊ ഇല്ലത് അബുദാബിയാണ് പണി കിട്ടിയത്. അപ്പൊ അന്നൊക്കെ പറഞ്ഞാല് ഈ കൊറോണ ടൈമിലാണ്. ഇപ്പൊ ദുബായിത്തെ ഒരു 100 റുപ്യ കൊടുത്തിട്ട് വേണം PCR എടുക്കാൻ. കൊറോണ ടെസ്റ്റ് എടുത്തിട്ട് വേണം ഇങ്ങോട്ട് ബോർഡർ കടത്തുള്ളൂ. അങ്ങനെയൊക്കെ കടന്ന് വന്നിട്ട് ഇവിടെ ഇന്റർവ്യൂ കൊടുത്ത് അങ്ങനെ കിട്ടി. പിന്നെ 10 ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നെ ഇന്നെ തിരിച്ചു വിളിച്ചത്. അത് പറഞ്ഞാല് നമ്മളെ നാട്ടിലത്തെ ഒരാളുണ്ട്, ഫൈസൽ കാരി, ഇടക്കരെല്ലാണ്. മൂപ്പരെ കെയർ ഓഫിലാണ് ഞാൻ കയറിയത്. മൂപ്പര് നല്ല ഇതേനി കേട്ടോ. മലയാളി ആയതുകൊണ്ടും നാട്ടുകാരനായതുകൊണ്ടും ഒക്കെ നല്ല കാര്യങ്ങളേന്. പിന്നെ അങ്ങനെ ഞാൻ ഈ പണിയിൽ കയറിയിട്ട് എന്നോട് പറഞ്ഞ കാര്യം, എന്നോട് അന്ന് പറഞ്ഞത് ഉള്ളത്തെ വർക്ക് എന്നാണ്. ഞാൻ വരുന്ന ടൈം പറഞ്ഞാല് ജനുവരി 10-ാം തീയതിയാണ് ഞാൻ അവിടെ വന്നത്. 1 മാസം പിന്നെ ദുബായിൽ 1.5 മാസം അങ്ങനെ വന്നാണ്ട് ഫെബ്രുവരി ലാസ്റ്റ് മാർച്ചില് തുടക്കമൊക്കെയാണ് ഞാൻ ഈ പണിക്ക് കയറുന്നത്. അതും ഈ എന്താ പറയാ ദുബായിലെ ഏറ്റവും നല്ല ചൂടുള്ള ടൈമിലാണ് ഞാൻ ഇവിടെ വന്നത്, പണിക്ക് കയറുന്നത്. അന്നത്തെ സൈറ്റ് പറഞ്ഞാല് എന്റെ ഗ്ലാസിന്റെ വർക്ക് പറഞ്ഞാല് ഈ പുറത്തത്തെ ഗ്ലാസ് ഇടലേനി. പുറത്തത്തെ ഗ്ലാസ് ഇടല് പറഞ്ഞാണ്ട് പെരും വെയിലത്ത് ഇനി പറഞ്ഞ പെരും വെയിലേനി. ഇങ്ങോട്ട് ഞാൻ എന്റെ അന്യത്തിനെ വിളിച്ച് കരഞ്ഞു വരെ ചെയ്തേക്കാണ്. ഇഞ്ചി പെരയില് പറയല്ലേ ഇങ്ങനെയാണ് അവസ്ഥ, ഇഞ്ചി ചെറിയപ്പനോട് പറയും ഞാൻ ഇവിടെ ഇറങ്ങാണ് എന്നൊക്കെ പറഞ്ഞാല്. ഞാൻ ഇവിടെ ഒരു ഹോട്ടലത്തെ എന്റെ ഒരു നാട്ടിലത്തെ ഒരു വേറെ ചങ്ങായിട്ട് ഓൻ ഇവിടെ കഫ്റ്റേരിയയിലേനി. എന്നിട്ട് ഞാൻ ഓനെ വിളിച്ചാണ്ട് ഞാൻ പണി വരെ സെറ്റാക്കി ഓനെ രാത്രി കൊണ്ടുപോകാൻ വരെ വരാന്ന് പറഞ്ഞാണ്. അതില് ചെറിയാപ്പ എന്നോട് വിളിച്ചിട്ട് ചീത്താണു, ഇതിന് ഞാൻ നല്ല ഇടങ്ങാറായിക്കണ ഈ പണി കിട്ടാൻ വേണ്ടിട്ട്, ഇതൊന്ന് നിന്നോക്ക് നിക്കണീനല്ല പ്രശ്നേ. അമ്മക്ക് ഹിന്ദി അറിയണ്ടേ. ഇപ്പൊ നമ്മളിപ്പോ ഓലിപ്പോ നമ്മളോണ്ട് ഫുഡ് കഴിച്ചോ എന്ന് ചോദിച്ചാൽ വേറെ പറയാനറിയില്ല. പിന്നെ എങ്ങനെ ഇതിന്റെ മുമ്പിൽ പിടിച്ചിക്കാന്നൊന്ന് വെച്ചാൽ ഒരു ഐഡിയ ഇല്ല ഇനി. പിന്നെ അത് കഴിഞ്ഞിട്ടും എങ്ങനെയൊക്കെ പിടിച്ച് നിന്ന് അന്നൊക്കെ പറഞ്ഞ ഇവര് നല്ലോ നമ്മള് കളിയാക്കും. ഹിന്ദി അറിയില്ല, മുണ്ടാൻ കഴിയാത്ത ആളാണ്, അങ്ങനെ പറഞ്ഞാണ്ട് മുണ്ടാൻ കഴിയാത്ത ആളാണ്. ഞാൻ ഇപ്പോൾ ഓലപ്പം കൂട്ടത്ത് പോയാലും ഞാൻ മുണ്ടൂല എന്നാ മുണ്ടൂല. എന്താ മുണ്ടാനറിയണെങ്കിൽ ഹിന്ദി വേണ്ടേ, അതുകൊണ്ട് ഞാൻ എന്തും മുണ്ടൂല. അപ്പൊ എന്നോട് ഓലിങ്ങനെ പറയും മുണ്ടാൻ കഴിയാത്ത ആളാണ് ഓലിങ്ങനെ കളിയാക്കും നമ്മളെ. അങ്ങനെയൊക്കെ നല്ല ഇടങ്ങേറായിന്. പിന്നെ വന്നാണ്ട് ഇപ്പോ 3.5 കൊല്ലായിപ്പോ ഈ കമ്പനിയില്. അന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഒറ്റ മലയാളി ഉള്ളൂ, വേറെ ഒരാളുണ്ടെങ്കിൽ പ്രശ്നമല്ല. പോട്ടടാ പ്രശ്നമല്ല എന്ന് പറയാൻ ഒരാളുണ്ടെങ്കിൽ പ്രശ്നമല്ല. ഒറ്റ മലയാളി ആണെങ്കിൽ നിങ്ങൾ ആലോചിച്ചൊക്കെ എന്തേക്കര അവസ്ഥ. അങ്ങനെയൊക്കെ പിടിച്ച് നിന്ന് ഇപ്പോ 3.5 കൊല്ലായി. ഇനി 5 മാസം ബാക്കിയുണ്ട് വിസ ചെയ്യാന്. അതിനിങ്ങനെ നിക്കാണ്. ഞാൻ പറഞ്ഞില്ലേ ചെക്കന്മാര് വന്നിക്കണ ഇപ്പൊ ഇറങ്ങി വെറുതെ. നമുക്ക് എപ്പോഴെങ്കിലൊക്കെ ലീവ് കിട്ടുള്ളൂ. അപ്പൊ 2-3 ഷർട്ടൊക്കെ ബാഗിലിട്ടിരിക്കുക, ഫോട്ടോ എടുക്കണ്ടേ. എങ്ങനെ എപ്പോഴെങ്കിലൊക്കെ ഇവിടുത്തെ ലൈഫ് തന്നെ അങ്ങനെയാണ്. നമ്മളെപ്പോഴെങ്കിലും ഒരു ഫോട്ടോ എടുത്തു ആ ഒരു വൈബുള്ളൂ. അല്ലാതെ ഇവിടെ അല്ലേ ലൈഫ് തന്നെ അല്ലാത്ത ഏതപ്പ നിങ്ങളെ ഏരിയ അറിയോ കണ്ടെല്ലാരും അന്തം പൂടും. ദുബായി എന്ന് പറയാനല്ല, ഒരു ഉള്ളേരിയാണ്. ആന ഒരു വന്നിക്കണ കേട്ടോ. ഇനി പോവുകയാണ്.
റൂമിൽ നിന്ന് ഇറങ്ങി ഒരു വന്നു വണ്ടിയിലാണ്. ഇത് അജിയ, ഇത് നമ്മളെ അഞ്ചിതാണ്, മണ്ണാർക്കാടിലാണ്. പിന്നെ ഇപ്പൊ മുബഷീർ പട്ടാമ്പിയിലാണ്. ഒക്കെ ഞങ്ങൾ പറഞ്ഞാല് എങ്ങനെ സംഭവം ചോദിച്ചാല് ഞങ്ങൾ ഈ പന്തളിച്ചണ കൂട്ടത്തില് പരിചയപ്പെട്ടാണ്. അതോ പറയുമ്പോ ഒക്കെ അടുത്തും ഇതിലൊക്കെ തന്നെയാണ്. പക്ഷെ പരിചയം ഇങ്ങനെ കമ്പനി ആയത് പറഞ്ഞാല് ആ കെയർ ഓഫിൽ വന്നാണ്, ഈ പന്താളിയും കൊണ്ടില്ല പരിചയത്തിൽ വന്നത്. ഇതാണ് നമ്മളെ അടുത്താണ് ഫോണെടുത്തു. ഇവനും പട്ടാമ്പിയിലാണ്. നോക്ക്, ഞാൻ പട്ടാമ്പി നല്ലതാണ്. ആ പെരിന്തൽമണ്ണ. നമ്മളിപ്പോ ഇവിടെയാണ് ദുബായ് മാളിൽ എത്തിക്കണേ. ഇവരാണ് നമ്മളെ ചെക്കം ജാസ്. ഒന്നും കേക്കില്ല, ഞാൻ കാട്ടിത്തരാ കുറച്ച് നേരമായിട്ട്. അവിടെ പോകണ്ടിട്ട് രണ്ടാമത് അയാളാകെ 4 ആള് വന്നിട്ടുള്ളൂ. നമ്മള് ദുബായ് മാള് കറങ്ങി കറങ്ങി ഇന്ന അടുത്ത പോണത് അപ്പൊ നമ്മളെത്തിയിട്ട് അവസാനം കറങ്ങി 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 തിരിഞ്ഞാണ്ട് ബുർജ് ഖലീഫ എത്തിക്കണു. കൊറേ കറക്കിട്ടോ, സത്യം പറഞ്ഞ കൊറേ കറക്കിക്കണ കൊറേ കറക്കി. അപ്പൊ ഇനിയിപ്പോ പോവാണെങ്കിൽ പോട്ടെ, കഴിഞ്ഞു 2020 കൊയങ്ങി. എല്ലാരും